അച്ഛാ, അച്ഛനെ ഞാൻ എന്റെ അച്ഛനായിട്ടല്ല കാണുന്നത്. അങ്ങനല്ല, നമ്മള് ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് ആയിട്ടാണ് കാണുന്നത്. മോനെ, ഓ നിന്നെ ഞാൻ എന്റെ മോനായിട്ടല്ല കാണുന്നത്, നമ്മള് ഫ്രണ്ട്സ് അല്ലടാ. അത് കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഞാനിപ്പോ ടൗണിലോട്ടൊന്ന് പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോ ഈ വീട് ഇവിടെ വച്ചേക്കണേ എന്റെ അച്ഛൻ. വേറൊന്നും കൊണ്ട് പറയല്ല, ഞാൻ അവിടെ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു പൈന്റ് കൂടി വാങ്ങിച്ചോണ്ട് വരുന്നു, നമ്മൾ രണ്ടുപേരും കൂടെ അടിക്കുന്നു. ഒരച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റിയതാണോ അവൻ പറഞ്ഞ്? ഒരു പൈന്റ് മേടിച്ചുകൊണ്ടിരാന്ന്. 1/2 ലിറ്റർ മേടിക്കണം, 1/2 ലിറ്റർ. ഞാൻ മേടിച്ചു വെച്ചത് നീ അല്ലേ മൊത്തം കഴിച്ചതോ? അച്ഛൻ എന്റെ അതിനുള്ള പൈസ തികയൂലെന്ന്. കല്ലിന്റെ കേസിൽ അച്ഛനും മോനൊക്കെ കണക്കെപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ഇത് ഞാൻ എഴുതി വെച്ചോളാം. ഇന്നത്തെ 2 പെക്കിന്റെ പൈസ ഞാൻ എഴുതി വെക്കും. ആയിക്കോട്ടെ. അല്ല ഈ ടൗണിൽ പോണ്ട് നിന്റെ കയ്യിൽ എന്തിനാ ബോർഡ്? ഗേറ്റ് തൂക്കായി. എടാ നോക്കട്ടെ. ദൈവമേ, അച്ഛനുണ്ട് സൂക്ഷിക്കാന്ന്. സാധാരണ പട്ടിയുണ്ട് സൂക്ഷിക്കാന്നല്ലേ വീട്ടിന് മുമ്പിൽ വെക്കാറ്. ഇവിടെ പട്ടിയില്ലല്ലോ. ഓരോരുത്തരും ഗേറ്റിന്റെ മുമ്പ് നിന്ന് ജോലി ചെയ്യുന്ന തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾ ഈ ബോർഡ് അവിടെ വയ്ക്കുന്ന അവർക്കൊരു മുന്നറിയിപ്പിനാണ്. കാര്യം ഞാൻ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അച്ഛനൊരു പരോപകാരം ചെയ്യേക്കൊണ്ട് കഷ്ടകാലത്തിന് അവരെങ്ങാനും വല്ല വെള്ളം കുടിക്കാൻ എന്തിനാ വന്നു കഴിഞ്ഞാൽ കേസ് മഴക്കോറ്റി പറയാടക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് ഈ ബോർഡ്. അയ്യോ, അനിയത്തി വിളിക്കുന്നേട്ടാ. ഹലോ, എന്തടി? അയ്യോ എന്നടാ? അവളമ്മ കിച്ചു ഇല്ലേ, കിച്ചുവിന്റെ പാന്റ് ഷർട്ടും കാണാനില്ല പോലും. അതാ മൂത്ത ചെറുക്കൻ വല്ല കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചായിരിക്കും, അത് നോക്കാൻ പറ. എടി, അച്ഛൻ പറയുന്നത് മൂത്ത ചെറുക്കൻ കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ സത്യം നീ ഞാൻ വിളിക്കാം. നീ ടെൻഷൻ ആവില്ലേ, ഞാൻ വിളിക്കാം. കേട്ടോ ശരിയാണോ? നീ എന്നാ കേട്ടെന്ന് ഞാൻ കേട്ടില്ലോ, പിന്നെ ഞാൻ അങ്ങനെ പറയടാ അത് ശരിയാന്ന്. ഇതെന്നെ പറയണേ. സിന്ധു ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞത് സത്യമാണോ അല്ലേ, എനിക്ക് അത്രയും മാത്രം അറിഞ്ഞാൽ മതി. സിന്ധു എന്നാ നിന്നെ വിളിച്ച് പറഞ്ഞെന്ന് ഞാൻ കേട്ടില്ല പൊന്നു സുഹൃത്ത്. സിന്ധുവിന്റെ കൂട്ടുകാരി ലതയുടെ ഹസ്ബൻഡ് രഘു സിന്ധുവിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. അത് സത്യമാണോ ഇല്ലെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഈ സിന്ധുവിന്റെ കൂട്ടുകാരി ലതയുടെ അടുത്ത് ആ രഘു എന്ന് പറഞ്ഞവൻ എന്നെ പറഞ്ഞെന്ന് സിന്ധു ആണ് കേട്ടത്. അതാണ് ഇവര് രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞത്. അത് ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ കേൾക്കും. ഇതെന്നാന്ന് വെച്ചാ പറ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, ചോദിക്കുന്നതിന് മാത്രം ഉത്തരം തന്നാൽ. അച്ഛൻ ഇത്തവണയും 10ാം ക്ലാസ് എഴുതുന്നുണ്ടോ? ഞാൻ ഈ തവണ SLC എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? എത്ര തവണ എഴുതി? എടാ, നമ്മുടെ ഈ കുടുംബത്ത് ഒരാളെങ്കിലും 10ാം ക്ലാസിന്റെ പടി കിടക്കണത് ഒരാഗ്രഹം ഉണ്ടാവില്ലേ? നീയോ കടന്നില്ല എന്നും പറഞ്ഞത് വല്ലാത്ത ആഗ്രഹമല്ലേ? ഞാൻ ഈ തവണ എഴുതും, പാസ്സാവുകയും ചെയ്യും. പറയുന്നതായിട്ടൊന്നും അമ്മ എഴുതുമ്പോ പാസ്സായെന്നാണ്. നീ എന്നെ അങ്ങനെ കളിയാക്കല്ലേ. എടാ, ഫസ്റ്റ് ചാൻസിന് തന്നെ വെറും 2 മാർക്കിനാണ് ഞാൻ തോറ്റുപോയത്. കറക്റ്റാ. കിട്ടിയ 10 മാർക്കിന്റെ ഇപ്പുറത്തെ 2 ഇട്ടിരുന്ന 210 അന്നേ ജയിച്ചു പോവേണ്ടത്. ഉള്ള കാര്യം ഞാൻ പറയാം, നാണക്കേടാണ്. അച്ഛന്റെ കൂടെ പരീക്ഷ എഴുതാൻ വരുന്ന എന്റെ കൂടെ പഠിച്ച പയ്യന്മാരുടെ പിള്ളേരാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ ഒരു പെണ്ണെങ്കിലും കെട്ടിക്ക്. എടാ, പെണ്ണ് കെട്ടില്ലെങ്കിൽ മിനിമം നല്ലൊരു തൊഴിൽ അറിഞ്ഞിരിക്കണം. അതല്ലേ ഒരു പെണ്ണ് കിട്ടിയില്ലെങ്കിൽ വേണ്ട. എവിടെയെങ്കിലും ഇറങ്ങി 10 പെണ്ണുങ്ങളെ വളച്ചെന്നെങ്കിലും ഇവിടെ ഉണ്ട്. അതിനുള്ള ഗഡ്സുമില്ല. അതൊക്കെ നമ്മളായിരിക്കണം. 20,000 പിള്ളേർ അടുക്കളക്കകത്ത് മറ്റേ സ്ക്രാപ്പറിൽ പോണ്ട് എടുത്തൊരു പിടി പിടിച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയരുത്. നീ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് ഈ തവണ ഫുൾ A+ വേണം. ഇത് A+ന് വേണ്ടിയിട്ടുള്ള പരിപാടി ഒന്നുമില്ല, ഫുൾ A വാങ്ങിക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ഓർത്ത് പറയുന്നു, ആവശ്യമില്ല 10ാം ക്ലാസ് പരിപാടി ഇവിടെ ഇറങ്ങാൻ പറ്റൂല. മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എടാ, എനിക്ക് എന്റെ ലൈഫിന്റെ ഒരു പ്രൈവസി നോക്കണ്ടേ? നിന്റെ കണ്ണടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും നോക്കും? അപ്പോഴും എന്റെ മുഖം കാണണമെന്നാണ് ആഗ്രഹം. എനിക്ക് SLC എഴുതി പഠിച്ച് പാസ്സായി നല്ലൊരു ജോലി മേടിച്ച് ലൈഫ് സെറ്റിലാക്കണം, അതാണ് എന്റെ ആഗ്രഹം. എന്തോ കട്ട വന്ന് പറ. ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിക്കല്ലേ എന്റെ പൊന്നച്ഛൻ, നാണക്കേടാണ്. നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ 10ാം ക്ലാസ് ചെയ്തും A+ മേടിക്കും, പാസ്സാവും, ജോലി മേടിക്കും. എന്തോ ചെയ്യാനെന്ന് പറ. നാണക്കേട് ഉണ്ടാക്കാനായിട്ടാണ് ഇത്. ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള കുഞ്ചലിട്ട് കാത്തു നിന്നതാര്. നമസ്കാരം. മനസ്സിലായില്ല? എന്റെ പേര് വിദ്യ. ബേസിക്കലി ഞാനൊരു ടീച്ചറാണ്. എന്ത് ചെയ്യുന്നു? കായലിൽ കക്ക വരുന്നു. എന്ത് കിട്ടുന്നത്തെ കാലത്തൊക്കെ വാരിയ ഒരു അടിയം വെച്ച് തന്നുണ്ടല്ലോ. ഞാൻ ടീച്ചറാണെന്ന്. ഇവിടെ ഓൺലൈനിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ലൊക്കേഷനാ തന്നത്, അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുട്ടിയുടെ അച്ഛനാ? അച്ഛന്റെ കുട്ടിയാ? മനസ്സിലായില്ലേ? അന്ന് കയറിയല്ലേ ഉള്ളൂ, എല്ലാം വഴിയെ മനസ്സിലാവും. വെയിറ്റ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇന്നത്തെ കാലത്ത് പഴയ നമ്മളൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്യാപകരെ കാണുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കര വിനയത്തോടെ നിൽക്കുമല്ലോ. ഇന്ന് പിള്ളേർ അങ്ങനെയല്ല, ഇച്ചിരി വയലന്റ് ആണ്.
അപ്പൊ ഇന്നത്തെ കാലത്ത് ടീച്ചറിന് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ള ഇല്ല എന്റെ അടുത്തെന്ന് പറഞ്ഞ ഭയങ്കര സ്നേഹത്തിലെ പിള്ളേര് പഠിച്ചിട്ടില്ലെങ്കിൽ അടിച്ച് തോടെ ഞാൻ പൊട്ടിക്കും. ഉറപ്പാണ്? അടിച്ച് പൊട്ടിക്കും ഞാൻ. ഈ കുട്ടിക്ക് ഒരു 100 അടിയെങ്കിലും കൊടുക്കാൻ പറ്റും. അടി ഒന്നിന് 100 അടി ഞാൻ തരാം. 2 എണ്ണത്തിന്റെ കുറവുണ്ട്. അങ്ങനെ വേണ്ട, നമുക്ക് എല്ലാരും അടിക്കേണ്ട കാര്യമില്ല. കുറച്ച് സ്നേഹവും കരുതലും ഒക്കെ കൊടുത്താലും പിള്ളേരങ്ങ് പഠിച്ചു പോകും. തിളച്ച എണ്ണ കൈമുക്കണ പരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതും ഇല്ലേ? ഈ ചൂടുവെള്ളം ഒഴിക്കുന്നേ ഇത്തിരി എന്തെങ്കിലും ചെയ്യണം. ആ കുട്ടി അത്രയ്ക്ക് വികൃതിയാ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ ആ കുട്ടിയെ. നമുക്ക് നോക്കാം. കുട്ടി ഇവിടെ കുട്ടി വരുന്ന കുട്ടി ഒരു മിനിറ്റ്. ഇതല്ലേ കിച്ചുവിന്റെ കാണാതെ പോയ പാന്റ് ഷർട്ട്? പിന്നെ നിന്റെ എനിക്ക് പാകാവോ? എന്നെ മണ്ടറാതി പാകാവുന്നല്ലേ ഇടാൻ പറ്റുള്ളൂ. ഇതോ? ഈ കുട്ടിയാണ് കൃഷ്ണൻകുട്ടി, ഇവിടുത്തെ കുട്ടി. കുട്ടി പഠിപ്പിക്കാൻ വന്ന കുട്ടി എന്റെ അച്ഛൻ. മനസ്സിലായില്ലേ? എന്റെ അച്ഛനാണെന്ന് പഠിപ്പിക്കാൻ വന്നതോ? അയ്യോ, നമ്മൾ ആരെയായാലും വിദ്യാഭ്യാസം എന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിന് പ്രായമൊന്നും ഒരു തടസ്സമേ അല്ല. കണ്ടോ? അറിഞ്ഞൂടാത്തോണ്ട് പറയാം. ഉള്ള സ്നേഹം കളയരുതെന്ന് വിചാരിച്ച് പറയുന്നു. ട്രാൻസ്ഫോമറാണ് അടുത്ത് മടി വെക്കാൻ പോകുന്നത്. പപ്പം കൂടെയെങ്കിലും കിട്ടിയാ കിട്ടി. അത്രയ്ക്ക് ഷോക്കായി നിൽക്കുന്ന സാധനം. മൂത്തോട് സംസാരിക്കാനടുത്ത് നിനക്ക് എന്നെ കേറിപ്പോടാ. അച്ഛനൊന്നും നോക്കൂല. അല്ല, അത്രയ്ക്ക് ചൂടാവേണ്ട കാര്യമൊന്നും ഇല്ല. അല്ലാതെ അമ്മയില്ലാതെ വളർന്നതിന്റെ ഒരു കേടുണ്ട് അവന്. അതെല്ലേ? അത് പറഞ്ഞ് സെറ്റ് ചെയ്യാം. നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ തന്നെ തുടങ്ങാം. അയ്യോ അതെ, ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു കാര്യം ഞാൻ ചോദിച്ചാ എന്തെങ്കിലും തോന്നുവോ? എന്നെ കണ്ട എന്തെങ്കിലുമൊക്കെ തോന്നുന്ന ആളായിട്ട് തോന്നുവോ? അയ്യോ അതല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ എന്താ വിളിക്കണ്ടേന്നൊരു. എന്നെ പേര് വിളിച്ചാൽ മതി. നമ്മള് സമപ്രായക്കാരല്ലേ. കണ്ടോ, ഒറ്റ മുടി പോലും നിറച്ചുള്ള. അയ്യോ അതല്ല, ഇത്രയും വലിയൊരു മോനുള്ള ആളല്ലേ. ഞാൻ എങ്ങനെ കയറി എന്താ വിളിക്കുക? മോനോ? ഇവനാ ഈ ലോകം മൊത്തം അറിയാതെ രഹസ്യമായി വച്ചൊരു കാര്യമുണ്ട്. അത് ഞാനിപ്പോ കൊച്ചിനോട് പറയാൻ പോവാ. ഇരുചെവി അറിയരുത്, മറ്റൊരാൾ അറിയുകയും ചെയ്യരുത്. ഇല്ല, അവൻ എന്റെ മോനല്ല. അവനെ ഞാൻ എടുത്തു വളർത്തിയതാ. എന്തൊരു മനസ്സാ സാറിന്റെ അല്ലേ? നമുക്ക് എത്രയും പെട്ടെന്ന്. ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്, ഡൈ അടിച്ചു കഴിഞ്ഞാൽ ആ ബക്കറ്റിലെ വെള്ളം ആവശ്യമില്ലാതെ ബക്കറ്റിൽ കൊണ്ടുവച്ചാൽ ബാക്കിയുള്ള ബാത്റൂമിൽ പോണ്ടേ. ആരാ ഡൈ അടിച്ചേ? ഞാനാണ് ഡൈ അടിച്ചേ. നീയാണ്. ഇവനാണ് ഡൈ അടിച്ചേ. ഞാൻ ഡൈ അടിക്കാറില്ല. ഓ ശരിയാട്ടോ. അച്ഛൻ ഡൈ അടിക്കാറില്ല. കാര്യം ഓരോ മുടി വെച്ച് അടിക്കാന്നാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് കലക്കിയിട്ട് ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ വെച്ചേക്കും. 5 മിനിറ്റ് കഴിഞ്ഞേ എടുക്കുള്ളൂ. കാര്യം മറ്റേ മാസങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് കേട്ടോ. വേറെ തോന്നുന്നില്ല കേട്ടോ. ഞാനാണ് നിന്റെ തന്ത. അതുകൊണ്ട് നീയല്ല എന്റെ തന്ത എന്ന് നിന്നെ ഓർമ്മിപ്പിച്ചതാ. അല്ല, അതിന് നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യമല്ലേ. അദ്ദേഹം പഠിച്ചോട്ടെ. പ്രത്യേകിച്ച് ഇപ്പൊ പരീക്ഷയൊക്കെ അടുത്ത് വരും. അദ്ദേഹം പോയി എഴുതിക്കോട്ടെ. കുട്ടി അത്രയും കിടന്ന് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഇനിയെങ്കിലും ആ സത്യം നിങ്ങൾ എന്തിനാ പറയരുത്? പറയരുത്. പറയണം. കാരണം നമ്മൾ പല സിനിമകളിലും എല്ലാ സത്യങ്ങളും ക്ലൈമാക്സിലേ അറിയത്തുള്ളൂ. ഇതിപ്പോ അറിയണം. കാരണം വിങ്ങി പൊട്ടി ഒരു ഹൃദയവുമായി ചതിക്കരുത്. അതെ, അദ്ദേഹം നിങ്ങളെ എടുത്തു വളർത്തിയ ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ നിങ്ങൾ തിരിച്ചു കാണിക്കണം. ആര് പറഞ്ഞങ്ങനെ? അദ്ദേഹം പറഞ്ഞു. കള്ള തന്തേ. ഒലിവിളപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ എന്നെ എടുത്തു വളർത്തിയതാക്കി. എടാ, അവള് പറഞ്ഞ എന്താ തെറ്റ്? കുഞ്ഞുനാളിൽ അച്ഛന്മാരെ പിള്ളേരെ എടുത്തും കെടുത്തിയും നിർത്തിയും ഇരുത്തിയൊക്കെ തന്നെയാണ് വളർത്തുന്നത്. നിന്നെ എന്തോരം ഞാൻ എടുത്തുകൊണ്ട് നടന്നു. ആ കാര്യമല്ല അവള് പറഞ്ഞത്. ടീച്ചറെ, ഒരു കാര്യം ഞാൻ പറയാം. കുർള എക്സ്പ്രസ് ഒന്നുമല്ല, രാജധാനി അച്ഛന്റെ മുമ്പ് തോറ്റും മടങ്ങും. മനസ്സിലായില്ല? ഈ ട്രാക്ക് മാറുന്ന കാര്യത്തിലെ ജസ്റ്റ് മിസ്സിനല്ലേ മാറിപ്പോയത്. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കൈയോടെ പിടിച്ചേനെ. പ്രാക്കുളത്ത് നിന്ന് പ്രീതേന്നും പറഞ്ഞ ടീച്ചർ കഴിഞ്ഞ പോലെ അച്ഛനെ പഠിപ്പിക്കാൻ വന്നു. അവരോട് പറഞ്ഞെന്താണെന്നറിയാമോ? സെമിത്തേരി ബാക്കിൽ കിടന്ന് കരഞ്ഞ എന്നെ പട്ടി കടിച്ച് സിറ്റൗട്ടിൽ കൊണ്ടിട്ട് അരിച്ച് വളർത്തിയെന്ന അങ്ങനെ ഒരു കഥ പറഞ്ഞു. ജയിക്കാൻ ഈ പുള്ളി ഏതറ്റം വരെയും പോകും. അതായത് ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ കുറെ സംഭവങ്ങളുണ്ട്. അതായത് മജ്ജ, മാംസം, എല്ല്, ഞരമ്പ്, അങ്ങനെ ദൈവം എല്ലാവരും സൃഷ്ടിച്ച് തീരുമ്പോൾ കുറച്ച് ഞരമ്പ് മിച്ചം വന്നു. ആ ഞരമ്പ് എല്ലാം കൂടെ നമ്മൾ പുതിയ വീട് വെച്ചതിന് ശേഷം നമ്മൾ ഈ ആവശ്യമില്ലാതെ വർക്ക് ഏരിയയിലോട്ടൊരു ബൾബ് പിടിച്ചിടൂലേ, അതുപോലെ കുറേ വയർ ഇങ്ങനെ മിച്ചം വന്ന സമയത്ത് ആ എല്ലാ ഞരമ്പെല്ലാം കൂടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കി വിട്ട മുതലായി നിൽക്കുന്നത്. അതുകൊണ്ട് പുള്ളി എന്ത് വേണോ പറയും. അല്ല, ഒരു പഠന കാര്യത്തിന് വേണ്ടിട്ടല്ലയോ, എഴുതിക്കോട്ടെ. വേണ്ട, എനിക്കിത് കിട്ടണം. ഇപ്പൊ ഞാൻ ഞരമ്പായി. ഇവന്റെ അച്ഛൻ എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്തെ നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ കാര്യത്തിന് ഇറങ്ങി തിരിച്ചത് എനിക്ക് വേണ്ടിയിട്ടല്ല മോനെ, നിനക്ക് വേണ്ടിയിട്ടാ. നിന്നെ നല്ലത് ചൊല്ലി തന്ന് നേർവഴിക്ക് നടത്താൻ ഒരു സ്റ്റെപ്പ് മോമിന്റെ കുറവ് നിനക്കുണ്ട്. അതൊക്കെ എനിക്കറിയാം.
ഉമ്മല്ല വൈഫൈ കിടന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഇവിടെ ആ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണിച്ചു വെച്ചോണ്ടല്ലോ പഠിപ്പിക്കാൻ വേണ്ട ടീച്ചർ ഇറങ്ങും അല്ല അങ്ങനല്ല നമ്മൾ പഠിക്കാൻ വേണ്ടി വന്നാലും പഠിപ്പിച്ചേക്കാം. അങ്ങനെ പഠിക്കാനാണെങ്കിൽ ഇത്തവണ ഞാനും എഴുതും. അയ്യോ അതെടുക്കില്ല. അങ്ങനെ ഒറ്റ ഇവിടെ ഇരുന്ന് പഠിക്കില്ല. 10ാം ക്ലാസ് ഞാനും എഴുതും. നീ ഇവിടെ പഠിക്കില്ല, കേസ് നടക്കില്ല. നീ പഠിക്കണ്ട. സ്വന്തം പഠിക്കണ്ടെന്ന് പറയുന്ന ലോകത്ത് ഏക തന്ത ഇങ്ങനെയായിരിക്കും. നീ ഇവിടെ കിടന്ന് എന്തൊക്കെ തുള്ളിയാണ് ശരി, ഞാനിവിടെ പഠിക്കും, 10ാം ക്ലാസ് എഴുതും. നീ പഠിക്കില്ല. ആ കൊച്ചൂടെ ഒന്നോട്ടെ. വേണ്ട ടീച്ചർ ഇറങ്ങി. അല്ല അങ്ങനല്ല നമ്മള് ഇറങ്ങി മതി പഠിപ്പിച്ചാൽ മതി. ഇറങ്ങി പഠിപ്പിക്കാനാണല്ലോ. ഇതെന്റെ വീട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുള്ളൂ. ഇവിടെ ഇന്നും ഇറങ്ങണില്ല, ഒരു സ്ഥലത്തേക്ക് ഇറങ്ങണില്ല. ഇവിടെ തന്നെ നിൽക്കാൻ പോവാ. അപ്പൊ ഞാൻ എന്തോ ചെയ്യും? നീയാ ഒരു കാര്യം ഞാൻ പറയാം. ഇത്രയും നാളും വേണ്ടാന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ നടന്നത്. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഇവരെ തലേ കയറി നിന്ന് ഇറങ്ങി തുടങ്ങി. പോന്നടാ. 3 വർഷം മുമ്പ് ഒരു വടക്കാഞ്ചേരിയിലെ പൂരം കാണാൻ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്കെങ്ങനെ ഓർമ്മയാണ്? രാത്രി മുറി കയറി കഥ പറഞ്ഞാൽ രാവിലെ കിട്ടുന്ന വേറെ എവിടെന്നെങ്കിലും ആയിരിക്കും. ഇങ്ങനെ വടക്കാഞ്ചേരിയിലെ പൂരം കഴിഞ്ഞ് തിരിച്ചു വന്ന വഴി ഞാൻ റോഡ് സൈഡിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഈ പൂരം കണ്ടു വന്ന ഇവള് എന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഏതോ പിള്ളേരുടെ കയ്യിൽ നിന്ന് പോയ മറ്റേ ചോട്ടാ ഭീമിന്റെ ബലൂടാന്നും പറഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് രാവിലെ അമ്മ വന്നു കഴിഞ്ഞപ്പോ ഇതെന്നാടി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് കാറ്റ് പോയ ചോട്ടാ ഭീമാന്ന് പറഞ്ഞു. വേഗം അമ്മയും മോളുകളെ കൂടി സൈക്കിൾ പമ്പ് വെച്ച് കാറ്റടിച്ച് കയറ്റാൻ നോക്കിയപ്പോ നിന്റെ അച്ഛൻ ചാരി എണീറ്റ്. അല്ലെങ്കിൽ ഞാനിവിടെ വീർത്ത് പെരുത്ത് പറന്ന് നടന്നേനെ. നിനക്കറിയാമോ ഇപ്പൊ വടക്കാഞ്ചേരിയിൽ ഒരു കുഞ്ഞി ചോട്ടാ ഭീം തുള്ളിക്കളിച്ച് കിടപ്പുണ്ട്. നിന്റെ അനിയൻ അല്ലെന്ന് നിന്റെ സ്റ്റെപ്പോ. അതുകൊണ്ട് മോൻ ഞങ്ങൾ രണ്ടുപേരും അനുഗ്രഹിച്ച് വീട്ടിലേക്ക് കയറ്റണം. ഞാൻ കല്യാണം കഴിഞ്ഞൊരു പെണ്ണുമായിട്ട് വന്ന് എന്റെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പൊ വൈദ്യാങ്കാലത്ത് കെട്ടിയ സ്ഥിതിക്ക് കയറി ചെല്ലി, രണ്ടും കൂടെ കയറി ചെല്ലി പോ. പിന്നെ ബാക്കിയുള്ള നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് സമാധാനം ഉണ്ടാവുമല്ലോ. വന്ന് കയറിയതല്ലേ ഉള്ളൂ, എല്ലാം വഴിയെ മനസ്സിലാവും. ചെല്ലി. അങ്ങനെയൊന്നും പറയൊന്നും വേണ്ട, അങ്ങനെയൊന്നും പറയണ്ട. പണ്ടത്തെ ആളൊന്നുമല്ല. ഇതോടുകൂടി ഞാൻ മൊത്തത്തിലും മാറി. അച്ഛാ എന്തോ അണ്ണാ മൂത്താലും മരങ്ങേറ്റം മറക്കും അച്ഛാ. അതന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ടോക്ക്. ഇത്രയും പ്രഷർ അടിച്ചിട്ട് ഇടയ്ക്ക് ഒരു ഓൾഡ് അടിക്കുന്നത് നല്ലതല്ലേ?